ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് റവയുടെ ഒരു പാക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പ്രാക്ടീസൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പൊതുവെ അവൾക്ക് ഈ അമൃതം പൊടിയോട് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്താലോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ചെയ്യണത്. എന്താവും അറിയില്ല, എന്നാലും പരീക്ഷിക്കാം. ജാനിക്കുട്ടൻ നല്ല ഉറക്കത്തിലാണ്. അപ്പം ഞാനിവിടെ എണീക്കണേക്കാൾ മുമ്പ് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കണം, ഞാൻ കഴിക്കണം. ഈ ഫോൺ ഇവിടെ ഒന്ന് വെക്കട്ടെ കേട്ടോ. ബ്രഷ് ചെയ്യാം. നമ്മുടെ കിച്ചൺ ചെറിയ കിച്ചണാണ് കേട്ടോ. കാരണം ഇത് അത്യാവശ്യം ഒരു പഴക്കമുള്ള ഒരു ബിൽഡിംഗ് ആണ്. ഒരു 10-15 വർഷം പഴക്കമുണ്ട് എന്തായാലും. അതിലും കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ. എന്താ ഉണ്ടാക്കാം? നമുക്ക് ദോശ ഉണ്ടാക്കാം. ദോശമാവ് തീർന്നു ഗൈസ്. ഞാൻ ഇത്തിരി ദോശമാവ് ഉണ്ടായിരുന്നു, ബാക്കി അതുണ്ടാവും എന്ന് വിചാരിച്ചു, പക്ഷെ അത് തീർന്നു. നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാം. എളുപ്പ വഴിക്ക് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും അത് നമുക്ക് ഉണ്ടാക്കാം. ഇത് റവയുടെ ഒരു പാക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതോടെ നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാം. ആ നേരം കൊണ്ട് തന്നെ കിടന്നുറങ്ങിയാണ് എണീറ്റ് വന്നാറുണ്ട് കേട്ടോ. നമ്മൾക്ക് വാരി കൊടുക്കാം കേട്ടോ. ഇവള് കഴിച്ചതൊന്നും കഴിയില്ല. അപ്പൊ ഞാൻ വേഗം വാരി കൊടുത്തിട്ട് എന്തെങ്കിലും പണി ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും. പിന്നെ ജാനിക്കുട്ടിന് ഫുഡൊക്കെ വാരി കൊടുത്തിട്ട് ഞാൻ വേഗം അന്നേരം കൊണ്ട് അടിച്ചു വാരി തുടച്ചൊക്കെ ഇട്ട് കേട്ടോ. എണ്ണൊക്കെ തേപ്പിച്ച് കുളിപ്പിക്കാനുള്ള പരിപാടിയിലായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് മീൻ ഇരിപ്പുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പം ഞാൻ വിചാരിച്ചു അത് കറി വെച്ച് വറുക്കാന്ന്. വേഗം ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് മീൻ കറിയൊക്കെ വെച്ചിട്ടാ. അങ്ങനെ ജാനിക്കുട്ടനെ എണ്ണയൊക്കെ തേച്ച് അവിടെ നിർത്തിച്ചിട്ടുണ്ട്. ഇനി ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കുളിക്കും. എൻ്റെ തലയിലൊക്കെ വെളിച്ചെണ്ണ പറ്റണം, എന്നിട്ട് കുളിച്ചിട്ട് വരാം. അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് വേണ്ടേ? പുള്ളിക്കാരിക്ക് ആപ്പിൾ വേണമെന്നും പറഞ്ഞിട്ട് എന്നെ പിടിച്ച് വലിച്ച് ഫ്രിഡ്ജിൻ്റെ അവിടെ പോയിട്ട് ഒരാൾ എന്നെ എടുത്ത് ഇരുന്ന് കഴിക്കാൻ കേട്ടോ. അങ്ങനെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞായിരുന്നേ. എല്ലാം സ്പീഡിലായിരുന്നു. പിന്നെ കണ്ണെഴുതി പൊട്ടൊക്കെ തൊട്ടിട്ടുണ്ട്. റീലെടുത്താലോ എന്ന് വിചാരിച്ചിട്ടാണ്. നടക്കുമെന്ന് അറിയില്ല. ഇനി ജാനിക്കുട്ടിക്ക് ഫുഡ് കൊടുത്ത് സമയമുണ്ടെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഡ്രസ്സൊക്കെ ഇട്ട് റെഡി ആയത്. അപ്പോഴേക്കും ഉച്ചയ്ക്ക് ഒരു 2 മണിയായിരുന്നു. നല്ല വിശപ്പായി. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ബാക്കിയുള്ള പരിപാടികളെന്ന രീതിയിൽ ഫുഡ് കഴിക്കുകയായിരുന്നു. ഇപ്പോൾ ഈയിടെ ഫസ്റ്റ് ഞാൻ കഴിക്കും, എന്നിട്ടേ ഞാൻ അവൾക്ക് കൊടുക്കാറുള്ളൂ. കാരണം അവൾക്ക് കൊടുത്തു വരുമ്പോൾ അത്യാവശ്യം നല്ല നേരമാവും. ആ നേരം ഉണ്ടെങ്കിൽ നമ്മുടെ ഫുഡ് അടിയൊക്കെ കഴിയും. അപ്പം ഞാൻ വേഗം കഴിച്ചു.
പുള്ളിക്കാരത്തേക്ക് ചോറ് കഴിക്കാൻ ഭയങ്കര മടിയായതുകൊണ്ട് ഞാൻ വായിലേക്ക് കുത്തി കയറ്റിട്ടൊക്കെ കേട്ടോ കൊടുക്കാറ്. ഫുഡ് കഴിച്ചൊരു 1/2 മണിക്കൂർ കഴിയുമ്പോഴേക്കും ഞാൻ അവൾ ഉറക്കി അങ്ങോട്ട് കിടത്തി. ജാനിക്കുട്ടനെ ഞാൻ ഉറക്കി കിടത്തിയിട്ടാ, പുള്ളിക്കാരി കിടക്കുന്ന ഉറങ്ങുന്നുണ്ട്. പിന്നെ ആ നേരം കൊണ്ടാണ് ഞാൻ ഡാൻസ് പ്രാക്ടീസും അങ്ങനെ എല്ലാം ചെയ്യണത്. അപ്പോൾ പിന്നെ പ്രാക്ടീസായി. അങ്ങനെ നമ്മുടെ പ്രാക്ടീസൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ ഫ്ലാറ്റിലുണ്ടല്ലോ നമുക്ക് കുറേ അങ്ങോട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാനൊരു പ്രാവശ്യം നല്ല എന്താ പറയുക ഫോഴ്സിൽ പ്രാക്ടീസ് ചെയ്തു, നല്ലോണം ചവിട്ടി പ്രാക്ടീസ് ചെയ്തു. അതെൻ്റെ ഭാഗത്ത് തെറ്റുണ്ട്. ഞാൻ പ്രാക്ടീസ് ചെയ്തൊരു 12 മണി 1 മണി ടൈമിലാണ്. എന്നിട്ട് കുറച്ച് നേരം പ്രാക്ടീസ് ചെയ്ത് അവിടെ ഇരുന്നപ്പോഴേക്കും കോൾ വന്നു അടിയിൽ നമ്മുടെ ഫ്ലാറ്റിൽ എന്തോ സൗണ്ട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതോടെ ഞാൻ ചവിട്ടിക്കളിക്കൽ കുറച്ച് നിർത്തി. കാരണം നമുക്കിവിടെ ജീവിച്ച് പോകണമല്ലോ. അത് കാരണം അധികം ഫോഴ്സിൽ ചവിട്ടി പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഡാൻസൊക്കെ നല്ലോണം എത്ര ചവിട്ടി പ്രാക്ടീസ് ചെയ്യുക അത്രയും നല്ലതാണ്. ഇപ്പോൾ പരിമിതികൾ കാരണം ഞാൻ അങ്ങനെ പ്രാക്ടീസ് ചെയ്തില്ല കേട്ടോ. അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട്. അതിട്ടിട്ട് ഭയങ്കരമായിട്ട് ചൂടെടുക്കും. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ക്ലൈമറ്റ് ചേഞ്ച് ആയി തണുപ്പാണ്. പക്ഷേ എനിക്ക് ഈ ചുരിദാർ അങ്ങനത്തെ സാധനമൊക്കെ ഇട്ട് വരുമ്പോൾ ചില കഴിയുമ്പോൾ നല്ല ചൂടെടുക്കും. പിന്നെ ഡാൻസും കൂടി കളിച്ച കാരണം ഇത്തിരിയും കൂടി ഇതായി. ഇനിയിപ്പോൾ ജാനിക്കുട്ടനെ ഉറങ്ങുന്നുണ്ട്, നമുക്ക് അവളെ എണീപ്പിക്കാം. ജാനിക്കുട്ടാ നാട്ടിൽ നിന്ന് അമൃതം പൊടി കൊണ്ടുവന്നാണ് കേട്ടോ. അപ്പം ഇത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നോക്കണത്. പുള്ളിക്കാരി കഴിക്കുമോയെന്ന് അറിയില്ല. പൊതുവെ അവൾക്ക് ഈ അമൃതം പൊടിയോട് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. പക്ഷെ എനിക്കിഷ്ടമാണ്, ഞാൻ കഴിക്കും. അപ്പം എന്തെങ്കിലും കുറച്ച് കൂടുതൽ ഉണ്ടാക്കും. അപ്പം നമുക്ക് കഴിക്കാനാ. അങ്ങനെ കുറുക്കൊക്കെ ഉണ്ടാക്കി ഫസ്റ്റ് ഞാൻ തന്നെ കഴിച്ചു. എന്താണെന്നറിയില്ല, ഈ കുറുക്കാണ്ട എനിക്ക് കഴിക്കാൻ തോന്നും. അവളെ എന്നിട്ട് നിർബന്ധിച്ച് ഞാൻ കൊടുക്കും. ഇത് കഴിഞ്ഞിട്ട് ജാനിക്കുട്ടിക്ക് കുറുക്ക് കൊടുക്കണമെന്ന് കാണിക്കാൻ പറ്റില്ല, കാരണം ഫുൾ ഓട്ടായിരുന്നു. ഞാൻ ബാക്കിൽ കൂടെ ഓടിയാണ് കൊടുത്തിരുന്നത്. പിന്നെന്താ കുറച്ച് നേരം ഞങ്ങൾ സോങ്ങൊക്കെ വെച്ച് ഡാൻസൊക്കെ കളിച്ചു. പുറത്തേക്കൊന്നും പോകാത്തൊരു ദിവസം ഇങ്ങനെയൊക്കെയാണ് പോണത്. ഇതൊക്കെ തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ.